ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിതയും അഷിതയും സുചിത്രയും കൂടി കൈലാസിനെ ഏറെക്കുറെയൊക്കെ പിടിച്ച് അയാളുടെ വായുന്നതിന് സത്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ പോലീസിനെ ഏൽപ്പിക്കാൻ നിന്ന കൈലാസിനെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. പുറത്തേക്ക് എത്തിയത് കൈലാസ് വേഗം തന്നെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാട്ടോ ചെയ്യണത്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴേക്കും അഷിത പറഞ്ഞു, അയ്യോ അവൻ രക്ഷപ്പെട്ടല്ലോ ഇഷിത, പക്ഷേ നമ്മൾ പോലീസുകാർ വന്നിട്ട് അവനെ പുറത്തിറക്കിയാൽ മതിയായിരുന്നു എന്ന് അഷിത പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, സാരില്ല ചേച്ചി, ഇനി അവനെ കണ്ടുപിടിക്കേണ്ട ഡ്യൂട്ടി പോലീസുകാർക്കാണ്. സുചിത്ര, നീ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ കൊടുക്കണമെന്ന് ലൈവായിട്ട് കൊടുക്കണമെന്ന് പറയാണ്. ശരി ചേച്ചി, ഞാൻ വിനോദിനെ അയക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും അഷിത പറയേണ്ട ഒരെണ്ണം എൻ്റെ ഫോണിലേക്ക് അയക്കി ഞാൻ മാധവിനെ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് അഷിതയും പറയാണ്. അങ്ങനെ മാധവ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ, അമ്മേ ലയെ നിങ്ങളിങ്ങോട്ട് വന്നേ, ഏട്ടനും വാ, ഏട്ടനാണല്ലോ ആദ്യം ഈ കൈലാസ സ്വാമികളുടെ കാര്യം ഈ വീട്ടിൽ വന്ന് പറഞ്ഞത്, എന്താ പ്രശ്നം, എല്ലാവരും വാ, എല്ലാവർക്കും ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, അതിനുശേഷം നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾ ഇനി എന്ത് കൈലാസ സ്വാമികളുടെ ആശ്രമത്തിൽ പോകണോ വേണ്ടയോ, അവിടെ തീർത്ഥജലം കുടിക്കണോ, എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോ. ദേ അമ്മേ ലയെ നിങ്ങൾ വേണം ഇത് ആദ്യം കാണാൻ, ലയെ നീ വേണം ഇത് ആദ്യം കാണാട്ടോ, എന്താണ് കുറേ നേരമല്ലോ പറയുന്നത്, എന്താ വെച്ചാൽ കാണിച്ചതാ എന്ന് ലയ പറയാണ്. കാണിക്കാനൊന്നുമില്ലതേ, കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫോൺ കാണിച്ചു കൊടുക്കുകയാണ്. അവർ ഞെട്ടിപ്പോട്ടോ, കാരണം കൈലാസ് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റ് ആയിട്ടുണ്ട്. തീർത്ഥത്തിലും മയക്കുമരുന്ന് ചേർത്തെന്നും അതുമാത്രമല്ല അയാൾക്ക് ഒരു സിദ്ധിയില്ലെന്നും സന്താനലബ്ധി പൂജെന്ന് പറഞ്ഞിട്ട് പണം തട്ടാനും കുറച്ച് പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ കയറി പിടിക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയതാണെന്നും അയാൾക്കൊരു സിദ്ധിയും കിട്ടില്ല, വെറുതെ പഴനി പോയിട്ട് സിദ്ധി കിട്ടുന്നൊക്കെ നുണ പറഞ്ഞതാണെന്നും പിന്നെ പല പെൺകുട്ടികളും കല്യാണാലോചന മുടക്കിയതാണെന്നും പിന്നെ ഇഷിതയുടെ ശത്രുത കൊണ്ടിട്ടാണ് ലയയുടെ അടുത്ത് അങ്ങനെ കുഞ്ഞ് നഷ്ടപ്പെടുന്ന കാരണം ഇഷിതയാണെന്ന് പറഞ്ഞതും ഒക്കെ തന്നെ പറയാട്ടോ. അത് കേൾക്കുന്നത് ലയയുടെ വായ അടഞ്ഞു പോവുകയാണ്. മാധവ് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ, ലയെ നിനക്കിനി എന്താ പറയാനുള്ളത്, ഓരോരുത്തർ പറയുമ്പോൾ കിടന്ന് തുള്ളരുത് ലയെ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് നീ ആലോചിക്കണം, നീ ഇത്രയും പഠിപ്പും വിവരമൊക്കെ ഉള്ളൊരു പെണ്ണല്ലേ, എന്നിട്ട് നീ എന്താ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെയായി പോയത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് പറഞ്ഞടാ, അതിന് നീ ലയനെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല, എത്ര പഠിപ്പും വിവരമുണ്ട്, എത്ര ഉദ്യോഗസ്ഥരുണ്ട് ഒരു പെണ്ണാണെങ്കിൽ പോലും അവർക്ക് അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരിതല്ല ഇതിനപ്പുറം ചെയ്യും. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മക്ക് മാത്രമേ ആ വേദന മനസ്സിലാവുള്ളൂ. അമ്മ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്, കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും വേദനയുണ്ട്, എൻ്റെ മനസ്സിലും ആ വേദനയുണ്ട്. ആ കുഞ്ഞിനെക്കുറിച്ച് കുറേ സ്വപ്നങ്ങൾ ഞാനും കണ്ടിരുന്നു, പക്ഷേ അതിന് മാർഗം ഇതല്ല, വളഞ്ഞ വഴിയല്ല മാർഗം. നമ്മൾ നല്ലൊരു ഡോക്ടറെ പോയി കാണണം, കണ്ടതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കണം, പിന്നീട് നമുക്ക് എന്താ ആലോചിക്കാം. ലയെ ഇനി നിനക്ക് ഹോസ്പിറ്റലിൽ വരാലോ അല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, നിനക്കിനി കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഞാനിനി വന്നോളാം, മാധവ് പറഞ്ഞ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ഞാൻ വന്നോളാം എന്ന് ലയ പറയാണ്. അങ്ങനെ ലയയുടെ കാര്യത്തിൽ സമാധാനം ആവാട്ടോ. അതേസമയം നമ്മുടെ ഇഷിത ഈ വീഡിയോ സ്വപ്നവല്ലിക്കും രാമനാഥനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. സ്വപ്നവല്ലി ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മഹേഷ് നീ കണ്ടോടാ, നിൻ്റെ ഭാര്യ ചെയ്ത പണി നീ കണ്ടോടാ, അവളാണെങ്കിൽ എന്തുദ്ദേശിച്ചിട്ടാണ് കൈലാസിൻ്റെ അവളെ പിന്നെ നാണം കെടുത്തില്ല മഹേഷ് എന്ന് പറയാണ്. അമ്മ എന്തരട്ടായി പറയണത്, അല്ല നീ അപ്പോൾ ആ വീഡിയോ കണ്ടില്ലേ, ഞാൻ കണ്ടു, അമ്മ അത് കണ്ടിട്ട് പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, അയാൾ എന്ത് ചെയ്തെന്ന് അമ്മ പറയണത്, കൈലാസിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നില്ലേ, അത് നല്ല കാര്യമല്ലേ, അവൻ എന്തൊക്കെ കള്ളത്തരമാണ് കാണിച്ചത്, തീർത്ഥത്തിൽ മയക്കുമരുന്ന് കലക്കിയിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. എടാ ഇത് നിൻ്റെ ഭാര്യ പറഞ്ഞ കേട്ടറിവല്ലേ നിനക്കുള്ളൂ, അവനെ കൊണ്ട് അതൊക്കെ പറയിപ്പിച്ചതാണ്. അമ്മ ശരിക്കും ഒരു പൊട്ടിയാണോ അത് പൊട്ടിയായിട്ട് അഭിനയിക്കുവാണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. എന്താ മഹേഷ് ചോദിക്കുമ്പോൾ അല്ല, താൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തും കൈലാസിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണെന്ന് അമ്മ പറയണത്. അമ്മ അങ്ങനെ പറയുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം, കൈലാസ് എന്ത് തെറ്റ് ചെയ്താലും അമ്മ ഒന്നും പറയില്ലല്ലോ, കാരണം വെച്ചാൽ കൈലാസ് വെച്ചാൽ മകളുടെ ഭർത്താവല്ലേ, ഞാനാണെങ്കിൽ മകൻ്റെ ഭാര്യയാണ്, രണ്ടും വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ട് കൈലാസ് എന്ത് ചെയ്താലും അമ്മ ഇങ്ങനെ പറയുള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് അമ്മയടുത്ത് പറയാനുണ്ട്, സുചിത്രയുടെയും വിനോദിൻ്റെ ജാതകത്തിൽ ഒരു കുഴപ്പമില്ല, 10ൽ 8 പൊരുത്തമുണ്ട്, അമ്മക്ക് ആ പൊരുത്തം മതിയല്ലോ അല്ലേ, പിന്നെ വിവാഹം നടത്തണോ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്തായാലും അവരൊന്നാവും അത് വേറെ കാര്യം, അത് അവർ എൻ്റെ ഒരു തീരുമാനിച്ച കാര്യമാണ്, ആര് വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. പിന്നെ കൈലാസ് അയാൾ കൊടുക്കുന്ന തീർത്ഥത്തിൽ എന്തായാലും മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ടെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ലാബ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, അത് നീ കള്ളത്തരം കാണിച്ചുണ്ടാക്കിയ ലാബ് റിപ്പോർട്ടല്ലേ അടി എന്ന് മനസ്സിൽ സ്വപ്നവലി ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് അമ്മേനെ തിരുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, സ്വപ്നവല്ലി നിനക്ക് ഇത്രയും നാളായിട്ട് ഒന്നും മനസ്സിലായില്ലേ സ്വപ്നം എന്ന് പറയുമ്പോഴേക്കും ഇവളാ എൻ്റെ കുടുംബം നശിപ്പിച്ചത് ഈശ്വര, ഇതെങ്ങനെ എൻ്റെ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യുമല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവല്ലി കരയാണ്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഈ കാരണം കൊണ്ട് മഞ്ജുമച്ചി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അങ്ങോട്ട് ചെയ്യട്ടെ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഭർത്താവിനെ കണ്ണടിച്ച് വിശ്വസിക്കുന്ന സ്ത്രീകളെ ഞാൻ എന്ത് പറയാനാണെന്ന് ചോദിക്കുമ്പോൾ ഇഷിതനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങേണ്ട സ്വപ്നവല്ലി, കൈ ഓങ്ങുമ്പോൾ തന്നെ മഹേഷ് കൈയിനെ കയറി പിടിക്കുന്നുണ്ട് സ്വപ്നവല്ലിയുടെ. അമ്മേ വേണ്ട, അമ്മ ഇത്രയും അവളെ പറഞ്ഞു, ഞാനെല്ലാം കേട്ടിരുന്നു, ഇനി അവളെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല, ഇഷിത ചെയ്തത് ശരി തന്നെയാണ്, ഇനി ആ കൈലാസി
പടി ചവിട്ടിക്കഴിഞ്ഞാൽ അമ്മേ അവൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് വാടോ ഇഷിത എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാട്ടോ. സ്വപ്നവല്ലി അപ്പോഴൊന്നും വിശ്വസിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ശേഷം റൂമിലെത്തുമ്പോഴേക്കും ഇഷിത തുണികളൊക്കെ മടക്കി വയ്ക്കുമായിരിക്കും. ആ കൂട്ടത്തിൽ പെട്ടെന്ന് ചിപ്പിയുടെ ഒരു ഡ്രസ്സ് കാണുവാണ്. ആ ഡ്രസ്സ് കാണുമ്പോൾ ഇഷിത ആ ഡ്രസ്സ് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മഹേഷ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മഹേഷ് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഇഷിത ആ ഡ്രസ്സ് നോക്കിയിട്ട് എന്തൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് ഇഷിതടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഇഷിത എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മഹേഷ്? അല്ല താൻ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി എന്തോ ട്രീറ്റ്മെൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് ആ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ അത് മഹേഷിന് ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല എനിക്കറിയണ്ടോ, എൻ്റെ ഭാര്യ ട്രീറ്റ്മെൻറ്റിന് പോയായിരുന്നു, അതെന്തായെന്നൊക്കെ അറിയണ്ടേ, അതിനു വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ആ ട്രീറ്റ്മെൻറ്റ് വകക്ക് നടക്കുന്നുണ്ട്. അല്ല തൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ്, ആ പുള്ളിക്കാരത്തെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് ഇഷിതയുടെ ചികിത്സയൊക്കെ നല്ല സക്സസ്ഫുൾ ആണെന്നും കുട്ടികളുണ്ടാവാൻ ഒരു പ്രയാസമില്ലെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് മഹേഷിന് എന്താ ഒരു കുട്ടി വേണമെന്നുണ്ടോ? അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. മഹേഷിന് ഇപ്പോൾ ഒരു ഇളക്കമൊക്കെ ഉണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഇഷിത പറയണം. മഹേഷിൻ്റെ ചിരി വരാട്ടോ. എന്തായാലും മഹേഷിൻ്റെ മനസ്സിൽ ഒരു കുട്ടി വേണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷിത ആ ചികിത്സ വീണ്ടും തുടങ്ങുവാട്ടോ. അതായത് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ കുട്ടികളാകും എന്ന രീതി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ എന്താണ് ഇഷിതയാണെന്നുണ്ടെങ്കിൽ മഹേഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ട്രീറ്റ്മെൻറ്റ് വീണ്ടും തുടരണത്. മഹേഷിന് അതറിയാം. കാരണം മഹേഷിനാണെങ്കിൽ പറയുന്നുണ്ട് ഇഷിതടുത്ത് എന്തായാലും ചിപ്പി ഒരു കുഞ്ഞിനെയും കൂടി ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ നോക്കാമല്ലോ എന്ന് മഹേഷ് പറയുകയും ചെയ്യും. ശേഷം ഇഷിത വീട്ടിലേക്ക്, അതായത് 100ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയാമണിയും അതുപോലെ തന്നെ നമ്മുടെ മാഷും പറയുന്നത് ഇഷിതടുത്ത് ഈ കാര്യം തന്നെയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞ് വേണം എന്ന് പറയും. ഇഷിത പറയുന്നുണ്ട് ഞങ്ങൾക്കുള്ള കുഞ്ഞല്ലേ ചിപ്പി, പിന്നെ ആദ്യമുണ്ട്, അതല്ല മോളെ നിനക്കൊരു കുഞ്ഞിനെ വേണം, നിനക്കൊരു വയറ്റിലൊരു കുഞ്ഞിനെ ചുമക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമില്ലേ, നിന്റെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആണല്ലോ, പിന്നെ നിനക്കെന്താ ആ ആഗ്രഹത്തിനോടത്ത് നിന്നാൽ നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ പ്രിയാമണി ചോദിക്കുമ്പോൾ നമ്മുടെ ഇഷിത പറയേണ്ട അമ്മേ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും, അമ്മയും അച്ഛനും ഇനി ഈ കാര്യം പറയില്ല, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യാൻ തന്നെ കാരണം നിങ്ങൾ എന്നെ അടുത്ത് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ശരി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നിങ്ങളും ശ്രമിക്കണം കുഞ്ഞിനെ വേണ്ടി. ശരി അമ്മേ എന്നൊക്കെ ഇഷിത പറയുന്നുണ്ട്. അങ്ങനെ ഇഷിതയും മഹേഷും ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാട്ടോ. അതേസമയം ആദ്യമാണെങ്കിൽ മനസ്സ് മാറി മഹേഷിൻ്റെ കൂടെ 101, അതായത് മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. മഹേഷിനും ഇഷിതക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ രചന ശരിക്കും തോറ്റു പോകട്ടെ. കാരണം ഈ ചിപ്പി ഇഷിതയുടെ കൂടെ ദൈപ്പതേ ആദ്യം ഇഷിതയുടെ കൂടെ ആവാൻ പോകുന്നു. അതാലോചിക്കുമ്പോൾ ശരിക്കും രചനക്ക് കലി വരാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും നാളത്തെ എപ്പിസോഡ് ഈ കുട്ടിയുടെ കാര്യം പറച്ചിലൊക്കെ തന്നെയാണ്. മറ്റന്നാളാണ് നമ്മുടെ ആദിയുടെ ഭാഗങ്ങളൊക്കെ വരാൻ പോകട്ടെ. എന്തായാലും ഇനിയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാണ്, നല്ല സൂപ്പറായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.